ഹായ് ഫ്രണ്ട്സ്, അചിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വെള്ളരിക്ക തോരനാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിനുള്ള ഇതൊക്കെ സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. വെള്ളം വെച്ചിട്ടുണ്ട്, അരി വെന്തു. പിന്നെ മത്തങ്ങയും പയറും കൂടി എരിശ്ശേരിയാണ് വെക്കാൻ പോകുന്നത്. പിന്നെ ഒരു മീൻ വറുക്കാമെന്ന് വിചാരിച്ചു, കൊഴുവ മീൻ വറുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചേട്ടൻ ഇവിടെ നാളികേരം ചെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചായ ഉണ്ടാക്കി അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയാണ്, നല്ല മഴയുണ്ട്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇന്നലെ കുറച്ച് നേരം മഴയൊക്കെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നെ വീണ്ടും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും. നല്ല ഇങ്ങനെ മഴക്കാറ് വന്നിട്ടുള്ള ഒരു പ്രകൃതം ഉണ്ടല്ലോ, അതാണ് ഇവിടെ ഉണ്ടായി നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നമുക്ക് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാണ്ട എന്നുള്ള അവസ്ഥയുള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ലെന്ന്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പോൾ അവർ പാപ്പം ചോദിക്കും. അവർക്ക് ഫുഡ് കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അവർ അമ്മ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഇപ്പോൾ കിങ്ങിണിയും കൂടി വന്നപ്പോൾ രണ്ടാളും കൂടി എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചേട്ടൻ പോയിട്ടുണ്ടായിരുന്നു. ചേട്ടൻ അവർക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനും ചെല്ലുമ്പോൾ രണ്ടാളും കൊടുക്കണം. അതാണ് അവർക്ക്, അങ്ങനെയാണ് അവരുടെ ഒരു പറച്ചലും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞാൻ തോരൻ വേവാനായിട്ട് അരി ഇറക്കി വെച്ചുല്ലോ. അപ്പോൾ ഇനി തോരൻ വേവണം. തോരൻ വേവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ മുടി ഇങ്ങനെ കെട്ടി വെച്ചു. കിച്ചണിൽ നിൽക്കുമ്പോൾ നമ്മളെപ്പോഴും മുടി പിന്നെ എനിക്ക് നന്നായി ഒരുങ്ങിയൊക്കെ നിൽക്കണം എന്നൊക്കെ നിൽക്കും ഞാൻ. പക്ഷേ ഞാൻ ഇപ്പോഴും ഇങ്ങനെയാണ് നിൽക്കുക. കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് അലങ്കോലമായിട്ടാണ് നിൽക്കുന്നുണ്ടാവുക. അപ്പം ചില ദിവസം അമ്പലത്തിലൊക്കെ പോയി ചില ദിവസം ഒരു മൂഡിനൊക്കെ നിൽക്കും. വെച്ചാൽ സ്വതവേ ഇങ്ങനെ തന്നെ നിൽക്കുക. എനിക്ക് എൻ്റെ ലുക്ക് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ മഴക്കാലമായ തുണികളൊന്നും ഉണങ്ങാത്തത് കൊണ്ട് പിന്നെ ഉടുപ്പും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എടുത്തിടുന്നത്. അപ്പോൾ അതൊക്കെ പിന്നെ മഴ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടേ മഴ വെള്ളം കയറും ചെയ്യും. ഇതൊക്കെയാണ് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ നാൾ മഴ പെയ്യാതിരുന്നല്ലോ. അപ്പം നമ്മൾ മഴ പെയ്യുമ്പോൾ അയ്യോ പെയ്യല്ലേ, മഴ പെയ്യല്ലേ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ മഴ പെയ്യട്ടെ എന്നാണ്. എന്ന് വെച്ചാൽ വെള്ളം വേണമല്ലോ. വെള്ളം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. വെള്ളം വേണം. സേവിങ്സിന് കുറച്ച് കിണറ്റിലും പുഴയിലും എല്ലാവിടെയും വെള്ളം വേണം. വെള്ളം ഇല്ലാതെ ഇരിക്കാനും പറ്റില്ല നമുക്ക്. അപ്പം മഴ പെയ്യണം. മഴ എത്രത്തോളം പെയ്യുന്നു അത്രത്തോളം നമുക്ക് നല്ലതാണ്. അത്യാവശ്യത്തിനൊക്കെ മഴ പെയ്യണം. പെട്ടെന്നൊക്കെ ഡാമൊക്കെ ഇപ്പം എന്താണോ പെട്ടെന്ന് പറയുന്നത്. എന്തിനു പെട്ടെന്ന് ഡാമൊക്കെ നിറഞ്ഞാൽ ഡാം നിറഞ്ഞു കവിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഇത്ര ഒരു 2 ദിവസം മഴ പെയ്യണം. അത്ര മഴ പെയ്യുന്നുണ്ടാവായിരിക്കും. അതിതീവ്ര മഴ ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഇന്ന് എരിശ്ശേരി കുറേ നാളെ എരിശ്ശേരി വെച്ചിട്ട് ഇനിയിപ്പോൾ ഓണത്തിൻ്റെ ഒരാഴ്ച കൂടി കഴിഞ്ഞ നമുക്ക് ഓണം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള ഇതന്നെയുള്ള എരിശ്ശേരി അവിയൽ ഇതന്നെയാണ് കറികൾ. ഒരു ഇതില്ല, വ്യത്യാസമൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഓണമാകുമ്പോൾ എല്ലാ കറികളും ഒന്നിച്ച് വെച്ചിരുന്ന് കഴിക്കാം എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ നമുക്ക്. ഇന്നലെ എന്ന് വെച്ചാൽ ഒരു പാത്രത്തിലാണ് കേട്ടോ ഞാൻ ചോറ് കൊടുക്കുന്നത്. കിങ്ങിണി ആദ്യം ഒരു പാത്രത്തിലായിരുന്നു ചോറ് കൊടുത്തിരുന്നത്. ഒരു സുന്ദരിയാണെങ്കിൽ ഓടി പോയിട്ട് തലയും വാലും അവള് ഫുൾ അതിനുള്ളിലിരുന്ന് കഴിക്കുന്ന പോലെയാണ്, അതിന് കൊടുക്കാതെ കഴിക്കുക. അപ്പോൾ ആ കിങ്ങിണി കുറേ നേരം മാറി ഇങ്ങനെ നിന്നു. അവള് കുറേ നേരം വീക്ഷിച്ചു. കുഴപ്പമില്ല, എങ്ങനെ ഞാൻ കഴിക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൾക്ക് അങ്ങ് ദേഷ്യം വന്നു. അപ്പോൾ അവള് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം ഞാൻ വിളിക്കുന്നുണ്ട്, വാ സുന്ദരി സുന്ദരി എന്ന് വെച്ചാൽ അവൾക്ക് കാറ്റ് ഫുഡാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ഇവൾക്ക് ഞാൻ തൈരും ചോറും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ കിങ്ങണിക്കാണ് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾക്കത് കഴിക്കാം, അല്ലെങ്കിൽ കഴിക്കാത്ത ആളാണ് കേട്ടോ സുന്ദരി. അപ്പോൾ ഇവർ 2 പാത്രമാക്കി. ഞാൻ അവർക്ക് വേനൽക്കാലത്ത് ചട്ടിയിൽ വെള്ളം വെക്കാറുണ്ടായിരുന്നു പുറത്ത്. അപ്പോൾ ആ ചട്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ അകത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ ചോറിട്ടിട്ടാണ് ഞാൻ കൊടുക്കാറ്. അവർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കണം. ഇപ്പോൾ കിങ്ങണിക്കായാലും 2 പേർക്കും കുറച്ച്. അപ്പോൾ ഇവൾക്ക് അത്. അപ്പോൾ 2 പേർക്കും മാറി മാറി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡാണ് ഞാൻ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 പേർക്കായിട്ട് കൊടുക്കുകയാണ്, പ്ലേറ്റിൽ കൊടുക്കുകയാണ്. അപ്പോൾ തല്ലിക്കൂട്ട് ഉണ്ടാവില്ലല്ലോ. രണ്ടാൾക്കും രണ്ടാളായി. ഇപ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു, നമ്മളെ കാണാനിരിക്കുന്നു. ഇന്നലെ
മഞ്ഞ് വന്നപ്പോൾ എന്തോ ഒരു മുരൾച്ചയൊക്കെ ഉണ്ടായിരുന്നു. വിളക്ക് കൊളുത്തി നാമം ചൊല്ലണതിൻ്റെ ഇടയിൽ അവര് തല്ലുകൂടിയിട്ട്. അപ്പം പിന്നെ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ഡീസൻ്റായി. ഞങ്ങൾ എവിടെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ എന്നുള്ള ഭാവമായി ഞാൻ ചെന്നപ്പോൾ. അങ്ങനെയാണ് അവരുടെ രണ്ടുപേരും സ്നേഹിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. എന്താ വെച്ചാൽ ഞാൻ പറയാല്ലേ, പണ്ട് സരമ ഉണ്ടായിരുന്നു, നമ്മുടെ വീട്ടിൽ സരമ ഉണ്ടായിരുന്നു. സരമോട് ഇത്ര അറ്റാച്ച്മെന്റ് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം സരമ അകത്തന്നെ ആയിരുന്നോട് നമ്മുടെ ഫുഡ് കഴിക്കുമ്പോൾ ഒക്കെ ഭയങ്കര വെപ്രാളാണ് അവള്. പിന്നെ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ അപ്പിടും, അപ്പം തന്നെ മൂത്രം ഒഴിക്കും. അപ്പോൾ നമുക്കത് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. എന്താ വെച്ചാൽ ഞാനിങ്ങനെ എനിക്ക് ഇവരെ സ്നേഹിച്ചിട്ടോ അല്ലെങ്കിൽ അവരെ തൊട്ടോ ഒന്നും എനിക്ക് ശീലമില്ല. അപ്പം ഇവരെ പിന്നെ ഡൈനിങ് ടേബിളിലേക്ക് അങ്ങോട്ട് ചാടിയിട്ട് അവളത് വയലത് ഉപ്പിലൊക്കെ അങ്ങനെയൊക്കെ തെറിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇത് പിന്നെ ഇവര് പിന്നെ അങ്ങനെ ഇടുന്നില്ലല്ലോ. അവരെ ഇങ്ങനെ പുറത്തുനിന്ന് വന്ന പൂച്ചയും നായും ഒക്കെ ആയതുകൊണ്ട് അവര് പുറത്തോട്ട് തന്നെ പോവും അങ്ങനെ. അതുകൊണ്ട് നമുക്ക് വൃത്തികേടാക്കുന്നില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ്. ഇവരെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര അങ്ങനെ പഠിപ്പിക്കണമല്ലോ. അങ്ങനെ ആയിരുന്നല്ലോ ഇവരിങ്ങനെ കുറേ വർഷമായിട്ട് അവളെങ്ങനെ തന്നെയാണ്. പിന്നെ ഇവിടെ അപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് ഈ വാതുക്കൽ വെക്കും. ഒരു തരം കുറുമ്പത്തിയാണ് അവളായിരുന്നത്. ആ വാതുക്കൽ. പിന്നെ മുകളിലേക്ക് കയറുണ്ടെങ്കിൽ മുകൾ ഭാഗത്ത് നമ്മൾ കയറുന്ന ഇവിടെ വെക്കും, അപ്പിടും. അവളുടെ കുറുമ്പുകളാണ് ഇതൊക്കെ. അപ്പം അതുകൊണ്ട് എനിക്കതൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പോൾ ഈ വൃത്തിയാക്കാനാണ്. പിന്നെ അന്ന് സെർവൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഭക്ഷണം കഴിക്കാനേ പറ്റില്ല, ഫുഡേ കഴിക്കാറില്ലായിരുന്നു. ഇപ്പം പിന്നെ എനിക്ക് ഇവരിങ്ങനെ പുറത്തല്ലേ, അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ എനിക്കിങ്ങനെ സ്നേഹിക്കാനൊക്കെ ഇഷ്ടമാണ്. തൊടുമ്പോഴെപ്പോഴും എനിക്ക് പേടിയൊക്കെ തന്നെയാണ്. എന്നാലും ഞാൻ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ സ്നേഹിക്കാൻ ശ്രമിക്കാറുണ്ട്. കിച്ചണിലേക്ക് ചെല്ലാം. തോരൻ ചിലപ്പോൾ സെറ്റായിട്ടുണ്ടാവും. അവസാനം വന്നിരുന്നു ശരിയായില്ല. വറക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ പാത്രത്തിലാക്കി ബാക്കിയുള്ളതാണ് കേട്ടോ. അതാ എരിശ്ശേരി അങ്ങോട്ട് വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എരിശ്ശേരി നിൽക്കണോ, നല്ല കടുകൊക്കെ പൊട്ടിച്ച് ഉഴുന്നും കടുകും വറ്റൽമുളകും വേപ്പിലയൊക്കെ കൂടി അങ്ങ് പൊട്ടിച്ചങ്ങ് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് അത് പാത്രത്തിലാക്കണം, പകർത്തി വെക്കണം. അതാണ് നല്ലത്. അല്ലെങ്കിൽ കേടായി പോകും പെട്ടെന്ന്. എന്നിട്ട് വെള്ളരിക്ക ഉപ്പേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ വെള്ളരിക്ക ഉപ്പേരിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്നായി പാത്രത്തിലാക്കാം. മീൻ പാത്രത്തിലാക്കിയിട്ടോ. ഇനി ഉപ്പേരിയും പാത്രത്തിലാക്കണം, ചാറുകറി ചോറ് ഇതെല്ലാം പാത്രത്തിലാക്കണം. നമ്മുടെ സുന്ദരിക്കും കിങ്ങിണിക്കും ഒക്കെയുള്ള ചോറാണ് കേട്ടോ ഇപ്പോൾ വേവിച്ചുകൊണ്ടിരിക്കണത്. അപ്പോൾ ചോറ് വെന്തിട്ട് വേണം പിന്നെ ഇനി അവർക്ക് കുറച്ച് മീനൊക്കെ ഇട്ട് കുഴച്ച് കൊടുക്കാനായിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. ഉപ്പിടാണ്ടാണ് കേട്ടോ വേവിക്കണത്. ഒരു ഓട്ടപ്രദക്ഷിണം അങ്ങോട്ട് കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. അടിക്കൽ തുടക്കൽ ഗംഭീര പണികൾ. അത് ഓരോ നമുക്ക് റെസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഒരു ഓട്ടപ്രദക്ഷിണം പാത്രത്തിലാക്കി ചോറൊക്കെ പാത്രത്തിലാക്കി വെച്ചു, റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചേട്ടൻ പോവുക. ഇനി അടിക്കൽ തുടക്കലൊക്കെ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കുളിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കും. ഇപ്പം ഇത്രയുള്ള വിശേഷങ്ങൾ. അജിന്തി പ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.